ഇന്നത്തെ കളി കണ്ടോയെ, എല്ലാരും കണ്ടോയെ. ലൈവിന്റെ സൈഡിൽ യുവർ അണ്ടർ CCTV സർവൈലൻസ് എന്ന് വെക്കുവോന്ന്. മുനീറേ കണ്ണ് ചിമ്മല്ലേ. സാഹിബിനെ കൊണ്ട് PUBG PC കളിപ്പിക്കുക ബ്രോ. ബ്രോ PUBG PC എന്ന് പറയണത് നിങ്ങൾക്ക് അറിയാത്തോണ്ടാ. ഞാൻ എപ്പോഴും പറയാറില്ല, ഞാൻ ലൈഫിൽ കളിച്ച ഹാർഡസ്റ്റ് ഗെയിം എന്ന് പറഞ്ഞാൽ ഇതാ. ഇതിന്റെ മെക്കാനിസവും ഫിസിക്സും വേറെ ലെവലാ. ഇത് സായിപ്പിനൊന്നും അഡാപ്റ്റ് ചെയ്യാൻ ഇപ്പോഴേ പറ്റത്തില്ല. അവൻ ഒത്തിരി കളിക്കേണ്ടി വരും, മനസ്സിലായ? ഇത് നിങ്ങൾ കളിക്കണം. ഞാൻ നിങ്ങളുടെ അടുത്തെല്ലാം പറയണ ഒരു കാര്യം, നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കൽ ഈ ഗെയിം കളിക്കണം. ഏതെങ്കിലും കഫേയിലെങ്കിലും പോയി ഈ ഗെയിം കളിക്കണം. എന്നിട്ട് കഫേ ചെന്ന് ആദ്യം ഇൻസ്റ്റാൾ ചെയ്തിട്ട് AKM അറ്റാച്ച്മെന്റ് ഇല്ലാതെ എടുത്തു വെച്ച് ബെറലോ AKMോ ഏതെങ്കിലും ഒരു ഗണ്ണ് എടുത്തു വെച്ച് ആരെങ്കിലും ഒന്ന് വെടി വെക്കണം. ആദ്യത്തെ വെടി ആകാശത്ത് പോകുമ്പോ തന്നെ നിനക്കൊക്കെ മനസ്സിലാവും ഈ കളിയുടെ ഇവിടെ കൊണയടിക്കുന്ന അതിചന്ദ്രനില്ലേ, അവനെ എന്റെ കൈ കിട്ടിയ അവനെ ഞാൻ ഒന്നും ചെയ്തില്ല. അവനെ വിളിച്ചോണ്ട് വരുത്തിട്ട് ഇവിടെ ലൈവ് ഇട്ടിട്ട് അവനെ കളിപ്പിക്കുരുത്തി. നീ കളിക്കണം. അതെ, 50-90 നീ ഇത്ര സ്പെക്കില് നീ ഇവിടെ ഇരുന്ന് കളിക്കണം എന്ന് പറയും. വേറെ കാര്യമുണ്ടേ, നീ ഓരോ വട്ടം ചാവുമ്പോഴും ഞാൻ നിന്നെ തലക്കിട്ട് തട്ടുവേ ഫേസ് ക്യാമറ. പിന്നെ ഇവിടെ ഒരു പാത്രത്തിനകത്ത് മുളക് വെച്ചിരിക്കും. നീ ഓരോ വട്ടം ചാവുമ്പോഴും ഓരോ മുളക് തിന്നണം. ഇന്നത്തെ കളി കണ്ടോയെ, എല്ലാരും കണ്ടോയെ, എല്ലാരും കണ്ടോ ഇന്നത്തെ കളി? ഞാൻ നിലത്തോലും എത്തിയില്ലല്ലോ ഇതുവരെ. സൗണ്ട് കേട്ടോ തരുമോ പ്ലീസ്? ബുള്ളറ്റില്ല. കിടിലല്ലേ. ഇപ്പൊ പുതിയ ട്രെൻഡ് ഇതാണ്, പ്രാഗിറ്റൊക്കെയാണ് തരണത്. കാരണം ഒരു വീഡിയോ വിളിക്കാൻ പറ്റാണ്ട് ചാവും മിക്കവാറും. അയ്യോ അങ്ങനെ അല്ല, അത് റെഗുലാണ്. തുപ്പിയിട്ടൊക്കെ തരും അങ്ങനെ തന്നേ. കോച്ച് ഞാൻ ലെഫ്റ്റിൽ എത്തിപ്പോയി. കോച്ച് എന്റെ കൂടെ ഒന്ന് വരൂ ലെഫ്റ്റിലോട്ട്. കോച്ച് കാറിനെ കിടക്കുന്നേ. കോച്ചിന് ആരോ എന്തോ ചെയ്യുന്നു അവിടെ. കോച്ച് ഹലോ വന്നിട്ട് പോതറാ. ഇവിടെ ആളെത്തിയേ ഇല്ല. എനിക്ക് ഒരു റോക്കറ്റ് സൗണ്ട് അത്ര കേട്ടോളൂ. കോച്ച് അടുത്ത ആളിനെ ഓടിപ്പോയി. ഇപ്പൊ എന്റെ തോർത്താൻ ആരെ തോർത്താൻ? ചത്തളിയാ വിട്ട് ഒന്നും ഇടണ്ട. നീ കേറിയാ മതി. ഞാൻ വിചാരിച്ചു നീ പുറത്താണെന്നല്ലേ, ഞാൻ സ്മോക്ക് ചെയ്തത്. നീ കവറിലായിരുന്നല്ലേ? കോച്ച് എന്റെ അടുത്ത് ആരോ ഓടി പോണേ. അത് നീയാണോ? കോച്ചൊറ്റക്കല്ലേ? ഒറ്റയ്ക്ക് നമ്മളെല്ലാം വണ്ടി എടുക്കട്ടെ. എന്റെ കളിക്ക് അറിഞ്ഞൂടാത്തോണ്ടേ ചിലപ്പോ കോച്ചിനെ ഒന്ന് അടിക്കും. എനിക്ക് അറിഞ്ഞൂടാ. അത്ര
സ്നൈപ്പർ ഉണ്ട് കോച്ച്. എടുത്ത് മറ്റേ താഴേക്കടി. മോനെ ഇവിടെ ചിരിച്ചവന്മാരൊക്കെ ഇല്ലേ, ഈ കളി ഡിന്നറിൽ തന്നെ അങ്ങ് തുടങ്ങുവാ ഞങ്ങള്. കോച്ച് റീകോൾ ശരിയാക്കി ഇപ്പൊ വായിച്ചു തരാം എല്ലാവരും. മാർക്ക് பண்ணுங்கடா. ഈ ട്രങ്കിന്റെ ഇവര് കെട്ടിപ്പിടിച്ച വരച്ചു പോയത് അതിനകത്തുണ്ട്. നൻപരെ രക്ഷിക്കാൻ പോയി മുമ്പിൽ പോയി. കോച്ച് അങ്ങോട്ട് തിരിച്ചു വിളിച്ചേ കോച്ച്, പെട്ടെന്നാട്ടെ. ഓടിട്ടോ. ഞങ്ങൾ സോണിനകത്തുണ്ടാവേ. ലൈവിന്റെ സൈഡിൽ യുവർ അണ്ടർ CCTV സർവൈലൻസ് എന്ന് വെക്കുവോന്ന്. കോച്ച് എനിക്കിത് അതിചന്ദ്രന്റെ വായിക്കകത്ത് വെക്കിട്ട് വെക്കേണ്ട ഡിന്നറാണ് കോച്ച്. ഇത് അതിചന്ദ്ര കോച്ച് അല്ലെങ്കിൽ നമുക്കൊരു ഡിസിഷൻ എടുത്താലോ, 10 ഡിന്നർ അടിച്ചിട്ട് ഈ ലൈവ് നിർത്തത്തുള്ളൂ. അപ്പുറം 24 hours ലൈവ് റെഡി. കോച്ച് 24 hours ഷെൽട്ടറിനകത്തോട്ട് ഇറങ്ങട്ടെ. അല്ലല്ല ഷെൽട്ടറിനകത്തൊന്നും ഇറങ്ങണ്ട. ഷെൽട്ടറിനകത്തൊക്കെ ഇറങ്ങി ചത്തു പോകുന്നത്. ഇവിടെ വാ. അണ്ണാ ശരിടാ, കൂടെ കൂട്ടി അവിടെ ആളുണ്ടാവില്ല. ആവുന്നേ ഉള്ളൂ. സോൺ ഇതായതല്ലേ ഉള്ളൂ. അപ്പുറത്തോ യുദ്ധം. അവിടെ വേണ്ട. അവരെ മൈൻഡ് ചെയ്യണ്ട, അവരെ മൈൻഡ് ചെയ്യണ്ട. പോയാലോ ലൂട്ട് കിട്ടും നമുക്ക് എല്ലാവർക്കും. എല്ലാവർക്കും കൂടെ കിട്ടൂല, കുറച്ചു പേര് മാറിക്കോ. ഇത് ഓൾറെഡി ലൂട്ടഡാന്ന് തോന്നുന്നു. ലൂട്ടടാ. നീ പേടിക്കണ്ട എന്റെ വാക്കത്തിങ് ഗ്യാസ് ചെയ്യാനുണ്ട്. വാ 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 അകത്ത് വാ. അത് push ചെയ്ത്. നിങ്ങളെവിടെ ലൊക്കേഷൻ പ്ലീസ് ലൊക്കേഷൻ. ഒട്ടിട്ട് പോയില്ലേ. ഒന്നും കൂടെ റീകോൾ ആക്കണേ. അണ്ണൻ ചത്തല്ലേ? അണ്ണനെ വെച്ചാ எனக்கு இன்னும் வண்டி கூட கிடைக்கலடா. அவட ரிவைவ் பண்ணிட்டு இந்த வரத்துக்குள்ள செத்துட்டீங்கடா. ഞാൻ ഡൗട്ട് ആയിക്കോട്ടെ, നമ്മൾ റീകോൾ ആയില്ലേ? ഗെയിം ബഗ് ആണോ? ഒന്നും റീകോൾ കോച്ച് എനിക്ക് വിഷയമായിരുന്നു, പക്ഷെ മൂഞ്ചി പോയതാ. എടാ ഞാൻ ഒരു ഗ്യാസ് ക്യാൻ എടുത്ത് വെച്ചിട്ട് അത് പൊട്ടിക്കാനുള്ള ഒരു ശ്രമം നടത്തി, പക്ഷെ ഗ്യാസ് ക്യാനിൽ ബുള്ളറ്റ് കൊണ്ടില്ല. അല്ല അത് വാസമാണ് കോച്ച്. ഒന്നുകിൽ കോച്ച് ഒന്ന് ചത്തേ കോച്ച്, അല്ലെങ്കിൽ അടുത്ത ഇത് കോച്ച് ഞങ്ങളെ റീകോൾ ചെയ്യണ്ട. ഇതങ്ങ് തീർത്തേ, എനിക്ക് അടുത്ത കളി എനിക്ക് കളിച്ച് കാണിച്ചു കൊടുക്കാനുള്ളതാ. ഈ വണ്ടി കാണാൻ എന്ത് രസമല്ലേ ഇതിനകത്ത്. എനിക്കറിയാം കോച്ച്. ഇതിന്റെ മണ്ടാശം തുറഞ്ഞ കോച്ച്. എന്റെ അമ്മ, അത് എന്ത് മെക്കാനിസം അല്ലേ, എന്ത് രസം അത് കാണാനത്. എന്റെ അമ്മ എലക്ഷൻ എടുത്തിട്ടേടാ. ഇല്ല കോച്ച്, അവിടെ പിരിപിരാന്നടിക്കുന്ന എന്തോ കണ്ണിന് അവര് വെടിവെക്കുന്നെ. അടിക്കാൻ പറ്റുന്നില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഓഫ്ലൈൻ കളിച്ചപ്പോ എന്തൊരു ഫോമായിരുന്നു എന്ന് അറിയാവോ. எல்லாரும் எവിടെ கொஞ்சம் மார்க் பண்றீங்களா? മോളിൽ പോയി ലെഫ്റ്റ്. ഇതായത് ഞാൻ വെച്ച ഗ്യാസ് ക്യാനത്. കോച്ച് ഇവരെ ചെയ്യണമെന്നില്ല കോച്ച്, എന്നെ ചെയ്യും. നമുക്ക് എണ്ണ അടിക്കാം. ഇതിപ്പോ കോച്ച് ലൈവ് ഇട്ടിട്ട് അണ്ണനെ വേസ്റ്റ് ചെയ്യാൻ വിട്ട പോലെയാണ്. ഇങ്ങനെ ഡിസ്കറേജ് ചെയ്യുന്ന ആൾക്കാരുടെ ഇടയ്ക്ക് എനിക്ക് സ്ക്രീൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അറിയിക്കുന്നില്ല നീ ഒന്നും. പിന്നെ ഇങ്ങനെ ഇപ്പൊ ഫൈറ്റ് എടുക്ക പോറ വണ്ടിയിൽ വീണി വെക്കാം. ഇല്ലല്ലേ സോണിച്ചാവുന്നായിരുന്നു കോച്ച്. എടാ നമ്മളെല്ലാരും ഫോക്കസ് ചെയ്യണം ഇത് കേട്ടാ. ഫോക്കസ്. ഇനി മേലാൽ മൂക്കിലിരുന്ന് മൂളിയാൽ ചിന്തേറിട്ട് കളയും ഞാൻ. ഇൻസൾട്ട് ആണ് മുരളി ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ്. പിന്നെ ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കരമായിരുന്നു.
10 ഡിന്നർ. എല്ലാത്തിനും തരാവേ. എനിക്ക് പറയാനുള്ളതൊക്കെ അതാണ് കേട്ടാ. മുറിവേറ്റ സിംഹത്തിന് ഓർമ്മയില്ല. മത്തിന്റെ അടി പിന്നല്ല. ലെറ്റ്സ് ഗോ. ഇത്രയും ക്വാളിറ്റി ഉള്ള ഒരു CCTV ക്യാമറ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. കോച്ച് ഇറക്കി അങ്ങോട്ട്. I got my champ back. We will rise again. We will rise again. I will rise. എത്ര പേരുണ്ട് ഇവിടെ? എത്ര പേരുണ്ട്? 5 അഞ്ചില്ലേ ഞങ്ങളുടെ പേർക്ക് 5. 5 പേരുണ്ടല്ലോ. ഇത് ആദിത്യ വന്നിട്ടാണോ? ഇല്ലെന്ന് ചുറ്റും കറങ്ങി നോക്കിയപ്പോ ആരെയും കണ്ടില്ല. അവനെ കുറച്ച് മാസാക്കിയത്. ഫാസ്റ്റ് കൊണ്ട് അങ്ങോട്ട് കൊടുത്തു. അത് എലക്സ് കൊണ്ട് നിന്നെ കണ്ടു കേട്ടാ. അപ്പുറത്ത് പോടാ. ലൂട്ട് കിട്ടൂലടാ. അതെ LX ആടാ അത്. പാവം ഇവ എല്ലാം എടുത്തോണ്ട് കുഴപ്പമില്ല കുഴപ്പമില്ല. ഇനി എന്തോ ഉള്ളത് പറഞ്ഞേ. മയിര് ഞാൻ ഇവനെ കണ്ട് പേടിച്ചു. ഇതെന്ത് പെട്ടത്? അതല്ല ഒരുത്ത വന്നിട്ട് നമ്മളെ വണ്ടി എടുത്തോണ്ടു. ഏതുണ്ടായിരുന്നു അത്? ഏത് കഴിവേറി? അല്ലല്ല ഞാൻ വീട്ടിനകത്ത് ഇല്ലാക്കിയത് സ്റ്റീവ് 2000 രൂപയ്ക്കുള്ള പരിപാടിക്ക് വേണ്ടിട്ട് അറിഞ്ഞോണ്ട് വന്നു ഇവൻ. ഇതൊന്നും കൂട്ടത്തില്ല. ഈ കൂട്ടത്തില് പാവ എലക്ഷൻ കൊന്നിട്ട് ഞാൻ ഇവരോ ടീം. അത് ഇലക്ഷൻ അവനെ അറിയാണ്ട് കൊന്നല്ലേ. അതൊക്കെ കറക്റ്റ് കള്ളൻ. പ്രാക്ക് കഴിഞ്ഞ കളിയിലെ കോച്ച് എനിക്ക് പ്രാഗ് തുപ്പിയായ ഇത് തന്നതുപോലെയാ നിനക്കിപ്പൊ. ഞാൻ പറഞ്ഞില്ലേ അതെനിക്ക് ഉറപ്പാ. ഇങ്ങനെ പ്രാഗ് തുപ്പി അയ്യോ സത്യമായിട്ടില്ല. ഒടിഞ്ഞു പോട്ടെ. ഇവന്റെ തലയിൽ ഇടുത്തി വീഴട്ടെന്ന് കണ്ട പറഞ്ഞ. ഇടുത്തിയാണ് എന്റെ തലയിൽ വന്ന് വീണത്. ഇത് സ്റ്റീവേ നിന്റെ M24 ഇരിക്കുന്നേ കണ്ടല്ലോ. അതിന് തരുവോ? അത് ഞാനല്ല. ഞാൻ മാർക്ക് ചെയ്ത് സ്കോപ്പ് ഒന്നിനൊന്നിപ്പോ ബുള്ളറ്റ് ഉണ്ട് മോനെ. ഇനി കളി കണ്ടോ. എല്ലാരും കണ്ണ് ചിമ്മാതെ കാണണേ. മുനീറേ കണ്ണ് ചിമ്മല്ലേ. രണ്ട് സൈഡിലും വന്നടാ. എനിക്ക് അതാ പറഞ്ഞു ഒരാളുടെ ഉണ്ടെന്ന് ഇവന്മാരുടെ. നേട് അറിയുന്നു എനിക്ക്. എടാ എന്നെ ലാസ്റ്റ് ആള് ഈ ബ്രോക്കോണിൽ പോണു. ഇതൊക്കെ അൺലക്കിയാ. ഇത് ഞാൻ എന്ത് ചെയ്യാനാ? ഒരു ഡാമേജ് കൊടുക്കാൻ പോലും പറ്റിയില്ല. ആവശ്യം വന്നില്ല. ഫേസ് ക്യാം ഓഫ് ആക്കിട്ട് എന്നെ കാണിച്ചു കൊടുറാ. സീരിയസ് ഗെയിമിങ് കൂട്ടം വീട്ടിലില്ല. ഇവനൊക്കെ എന്നിലെറിഞ്ഞു തുടങ്ങിയ തീക്കണൽ നെഞ്ചിനകത്ത് പടർന്നു പെയ്ച്ചത് പടപൊരുതും അത് പിടിച്ചു തീക്കടലിൽ വരുന്നത് പോലെ മരവിച്ചു തുടങ്ങിയ നെഞ്ചി കഥകൾ മുടി പിടിച്ചത് പോലെ നിന്റെയൊക്കെ കൂട്ടത്തോട് പറഞ്ഞേ കൊറ്റയാൻ വീണ്ടും ഗാർഡ് കയറിയത്. എന്തിനാ ആവശ്യമില്ലാന്നൊക്കെ ഞാൻ പറഞ്ഞിട്ട് അടി മേടിക്കണത്. മറുപടി ടോട്ടൽ എത്ര ഡിന്നറായി കോച്ച് നമ്മളിപ്പോ? ഞാൻ പറയാം എല്ലാരുടെ കില്ലും ഡിന്നറും അപ്ഡേറ്റ് ചെയ്തേ. 39 ഡിന്നർ ടോട്ടൽ. 39 ഡിന്നർ. ടോട്ടൽ എത്ര ഡിന്നർ ആയിരുന്നു നമുക്ക്? 60ഓ? 60. എത്ര കില്ല് എത്രയായി കോച്ച്? 1176. ടീമിന് 764. 771 അറിഞ്ഞൂടാ ഇതിലിപ്പോ എത്ര
എനിക്ക് എത്ര ഗെയിം 284. അണ്ണാ രഘുല് 100 അടിച്ചു കേട്ടാ. ഇന്നലെ തുടങ്ങിയ റെഗുലർ 105. ഞാൻ കളിച്ചിട്ടില്ല, ഞാൻ ആകെ 4 ദിവസം കളിച്ച 4 ദിവസം. ശരിയാണ് ഇതിനകത്ത് ആളുണ്ടോ? ശരി. ആ നേരത്തെ ആണല്ലോ. നമ്മള് സോണിനകത്ത് ഓൾറെഡി ഒരു പൊസിഷനിൽ നിൽക്കുമല്ലേടാ. ഈ ബാക്കൊക്കെ വന്ന് നമ്മളെ ആരെങ്കിലും പണിയൊന്ന് നോക്കിയാൽ മതി. എല്ലാ സൈഡും നോക്കണേ. ഈ സാമാനം തല വീഴൂ. വീഴും തല വീഴും. ആ വീഴും വീഴും. സമയമാണ് എന്റെ ഞാൻ ഫാൻ നോക്കിയിട്ട് 1 മിനിറ്റ്. ബ്ലൂല ആളുണ്ട്, കേർഫുൾ ഗൈസ്, കേട്ടോ. കറക്റ്റ് ടൈമിൽ ഞാൻ താഴ്ചയാണ് ഇത്. അതെ കാറൊക്കെ പോന്നു. ഇപ്പൊ ബൂസ്റ്റർ അടിച്ച് ഫിനിഷ് ആകുമ്പോ ഏതെങ്കിലും ഒരുത്ത മോൻ തന്നെ അടിക്കും. തോണം പോയേ. കോമ്പൗണ്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നു കോച്ച് നമ്മുടെ ഫ്രണ്ടില്. റൈറ്റില് വേറെ ഇവിടെ വേറെത്തോടുണ്ടായിരുന്നു ഇവിടെ. ഓ എനിക്ക് 2 പേരുണ്ടേ. നോക്ക് എന്റെ റീക്കോയില് കയ്യിൽ നിന്ന് പോയി കഴിച്ച എന്റെ ആദ്യം തന്നെ. അവനെ സ്നൈപ്പറിന് അടിക്കണ്ടായിരുന്നു. അവൻ ചത്ത്. അവൻ തമിഴുണ്ട്. ഹീലിംഗ് കോച്ചിന്റെ ഫ്രണ്ടില്, എന്റെ ഫ്രണ്ടില്. എവിടെ? എന്റെ ഫ്രണ്ടില്. 2v3 കോച്ച് 2v3. അവന്മാര് 3 പേര് ബാക്കി. പാക്കറോടാ. 2v1 ആയിരുന്നടാ. 2 ടീമായിരുന്നു. പക്ഷെ M4 ഡാമേജ് ഇല്ല. M4 എടുത്ത് കളിക്കണ്ടായിരുന്നല്ലേ. ഞാൻ എന്തിനാണ് M4 എടുത്തത്? ഒരാവശ്യമില്ല. കയ്യിൽ ഓഗ് എടുത്ത് കളഞ്ഞിട്ട് ഞാൻ ആ M4 എടുത്ത് കൈ പിടിച്ച്. നമുക്ക് 10 അടിക്കാനില്ലേ? എല്ലാവരും വെള്ളം കുടിക്കട്ടോ. അവനാണോ ഓടി വരുന്നേ? കോച്ച് ജട്ടി ഊരി എറിഞ്ഞിട്ട് ഓടിയേക്കുന്നത്. ഇവിടെ കോച്ചിന് ജട്ടി കിടക്കണം ഇവിടെ. ആ മതി. ഇത് മതി. ഇനി അടിച്ചോളാം. ആരാന്ന് വെച്ചാ വരാൻ പറ. ഇത് ആരാ പാരച്ചൂട്ടിൽ ഇറങ്ങി വന്ന്? കോച്ചാണ്. എന്തോ പ്രശ്നം. ഇവിടെ മിനി വേണോടോ? ആമോ വരാം. മിനി ആമോ ഉണ്ട്. ഇവിടെ കറക്റ്റ് ഉള്ള തിരിച്ചുള്ള ഓടിപ്പോയി. ബോഡി ബ്ലോക്ക് ആയി ബ്രോ. ഇവന്റെ ഹെൽമെറ്റ് കോച്ചാ ഇവനെ കൊന്നല്ലേ. തലയ്ക്ക് ഒരു അടി പോലും കിട്ടിയിട്ടില്ല. എനിക്ക് എപ്പോഴും മനസ്സിലായി ബോഡി അവനെ പെതി തള്ളിട്ട് എസ്കേസിലെ ബോഡി വെച്ച് അങ്ങനെ ഫുൾ ടീം. അണ്ണാ ലെഫ്റ്റ് പോന്നെ. നോക്ക്. ഷോട്ട് ആ ലെഫ്റ്റ് പോകുന്ന കുണ്ണി അടിച്ചാൽ നമുക്ക് അവന്മാര് ലെഫ്റ്റിലേക്ക് കണ്ടു. M24 ഷോട്ട് നിങ്ങൾ ആരെങ്കിലും കണ്ടായിരുന്നു? അവന്റെ ഉണ്ടല്ലോ ഫ്രണ്ട്സ് ഒരു പെട്ടിയിലെ ഗണ്ണേ കാണോ ഫ്രണ്ട്. 6x വേണോ? ഇതൊക്കെ ആര്? എനിക്ക് അറിഞ്ഞൂടെ. എല്ലാം എന്റെ തലയിൽ എങ്ങനെയാ വരുന്നേ? ബാക്കില് ഞാൻ പറഞ്ഞു അണ്ണാമ്പള്ളി മരപ്പട്ടി കൊളയട്ട എല്ലാം എന്നെ തല്ലണത്.
എല്ലാ തരത്തിലും നോക്കായിട്ടുള്ള വേൾഡ് റെക്കോർഡ് കിട്ടും വാസുമാമന്. എങ്ങനെ വെറൈറ്റി കമന്റ് ഇടാൻ പറ്റുന്നത്? നിനക്കത് ചിരി വന്നത് കേട്ടിട്ടപ്പോ പെട്ടെന്ന്? ഇല്ല പറയുമ്പോ എനിക്ക് ചിരിയാ തോന്നില്ല. ചുമ്മാ എനിക്ക് ചിരി വന്നെണ്ണ സത്യമല്ലേ രാവിലെ നീ വേണ്ട നീ. ഞാൻ ചിരിച്ചില്ല ചേട്ടാ, ഫ്രോസൺ അത്ര ഉള്ളടാ. ഇനി ഒരു ബോട്ട് കൂടി അടിക്കാനുള്ളൂ. എടാ ബോട്ട് ഓൾറെഡി എന്നെ കൊന്നിട്ടുണ്ടോ ഇതിനകത്ത് ബോട്ട് കൊന്നിട്ടുണ്ട് എന്നെ ഒരു ദിവസം 1 HP. ഓർമ്മയില്ലേ നിങ്ങൾക്കത്? ഞാൻ 1 HP റിവൈവ് ചെയ്തോണ്ടിരുന്നപ്പോ ബോട്ട് വന്ന് അടിച്ചു വന്ന്. അണ്ണാ എന്റെ ബലമായ ഇപ്പൊ കൊന്നത് ഒരു ബോട്ടായിരുന്നാണ്. അല്ല അത് ബോട്ടൊന്നും അല്ല, അത് ബോട്ടില്ല. അവൻ അണ്ണനെ കൊന്നിട്ട് അവൻ ഇരുന്ന് വെടി ഓപ്പണില് എന്ത് കോച്ച് അകത്ത് സംസാരിക്കുന്നത്? നിങ്ങൾ ആരും പറ്റിയ ഇന്തോനേഷ്യക്കാരോട്? ഹലോ ഹലോ അണ്ണാ നമ്മളെ വേണ്ടി പോ. അണ്ണാ കോച്ചിന് പോ. എടാ ഞാൻ കോച്ചിനോട് കളിക്കട്ടാ, നിങ്ങൾ ഒരുമിച്ച് കളി. ചലഞ്ച് ഉണ്ട്. നീ ഓടിക്കാൻ നീലയുടെ ലൈഫ് ബാറിന് താഴെയുള്ള ബ്ലൂ ലൈൻ എന്താണെന്നാണോ? ആടാ അത് മറ്റേ ബാഗിന്റെ ആടാ. ഇതിനകത്തൊരു ബാഗ് ഉണ്ട്, ബ്ലൂ സോണിന്റെ ഡാമേജ് അടിക്കാതിരിക്കാനുള്ള ഒരു ബാഗ്. ആ ബാഗ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു പെർട്ടിക്കുലർ ടൈം വരെ ആ ബാർ തീരുന്നത് വരെ ബ്ലൂ സോണിനകത്ത് നിന്നാൽ നമുക്ക് ബ്ലൂ സോൺ ഡാമേജ് അടിക്കത്തില്ല. മനസ്സിലായോ? അത് ഇപ്പൊ ആ ബാഗിന്റെ എബിലിറ്റി കഴിഞ്ഞു. ബ്ലൂ സോണിൽ കുറെ നേരം നിന്നില്ല, അത് കഴിഞ്ഞു. കാരണം ഈ ആമ ഒക്കെ ഡ്രോപ്പ് ആക്കുന്നത് എങ്ങനെയാ? ലൈക്ക് ഇത്ര ആമ വെച്ച് ആടാ. അത് ഇപ്പൊ നീ ഇപ്പൊ ടാബിൽ ഞെക്കിയിട്ട് ഇത് അവിടെ കൊണ്ടുപോയിട്ട് ഇപ്പൊ കോച്ച് ഒന്ന് തിരിച്ചു പോണേ. എന്റെ ആമ പോയേ, തിരിച്ചു പോയാ വണ്ടി പ്ലീസ് പ്ലീസ്. ഇവിടെ എടുത്തുക്കോ. ഓരോരുത്തന്മാരും ഓരോ ചോദ്യം. കൺട്രോൾ ചെക്കിയതായതുണ്ട്. കൺട്രോൾ ചെക്കിയിട്ട് ചെക്കിയത് ടാബ് ചെക്കിയിട്ട് കൺട്രോൾ ചെക്കുമ്പോ എത്ര കൗണ്ട് കൂടെ കൊടുക്കാൻ പറ്റും. പോയി സത്യമാ നനച്ചിട്ടുണ്ടാ നീ പോട എന്തൊക്കെ എനിക്ക് സംഭവിക്കുന്നേ? സോണി പോണേ. ഹലോ ഡാമേജ് ഉണ്ടേ. സോറി കേട്ടോ, ഇനി മേലെ റൊട്ടേറ്റ് ചെയ്ത സമയത്ത് ഇമ്മാരും ചോദ്യം ചോദിക്കരുത്. ഉള്ളവാ. ഈയോ കോച്ച് എനിക്ക് നേടി വന്നേ. ഞാൻ ഓത്തോടാ ഗോകു. എന്റെ ചാൻസ് ഇല്ല. നീ ആ താഴെ കയറാണ് നോക്കിയോ. വണ്ടി വരുന്നേ. കോച്ച് അയ്യോ എനിക്ക് പിന്നാടി വാ. വണ്ടി എടുക്കലടാ. എങ്കിൽ ഫ്രണ്ട്ലി വന്ന് വണ്ടി കോച്ച് എന്നെ കവർ ചെയ്തേ. നീടട്ടെ അവൻ മരത്ത് പിന്നാടി இருக்க ചാൻസ് ഒക്കെ. കോച്ച് കെയർഫുൾ. Let's fucking go. നമ്പർ ഡുവോതാ ഉയരോടെ ഇരുന്നത്. ഡുവോ കിൽസ് ബെറ്റർ ആർക്കാ അവർ ജയിക്കും. അതാണ് പറഞ്ഞത്. കോച്ച് എത്ര ഉണ്ട്? നമുക്ക് ടീം ജയിക്കണം. അത്രല്ലേ ഗോകു? ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങൾ മുമ്പിൽ പോയി എല്ലാ ഫൈറ്റ് കൊടുത്ത് നമ്മൾ ബാക്കി നോക്കിയിരുന്നു. 7-5-12 ഗോകു അവസാനം വരെ ആരും ബാക്കി വരാണ്ട് ബാക്ക് നോക്കി മണ്ണം പാടാ ടീമിനോട് ഇവിടെ റെഡ് വാങ്ങിയാൽ പോലും പൈസ ഇല്ല. ചലഞ്ച് നാളെ എപ്പോഴും പോയി കിടന്ന് ഉറങ്ങിയടാ.